കായികമേളയിൽ മലപ്പുറത്തിന്റെ കിരീട നേട്ടത്തിൽ നിർണായകമായത് ആലത്തിയൂർ KHMHS സ്കൂളിലെ താരങ്ങളാണ്. പരിമിത സാഹചര്യങ്ങളിൽ നിന്നെത്തി 10 മെഡലുകളുമായാണ് ആലത്തിയൂരിന്റെ മടക്കം. തിരുവനന്തപുരത്തു നിന്നും മനീഷ മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പരിമിതികളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ നിന്ന് 10 മെഡലുമായാണ് മലപ്പുറത്തിന്റെ ആലത്തിയൂർ സ്കൂൾ മടങ്ങുന്നത്. നമുക്ക് അവരിലേക്ക് എത്താം. വലിയ പ്രതിസന്ധികളോടെയാണ് സ്കൂൾ കടന്നു പോകുന്നത്. ഒരു നല്ല പിറ്റില്ലാത്ത അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും എത്തിയതിൽ 15 പേരിൽ 10 പേരും മെഡൽ നേടി. ഞങ്ങള് മെഡൽ പ്രതീക്ഷിച്ച് തന്നെ വന്നത് 10 മെഡലാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത്. 4 ഗോൾഡും 3 സിൽവറും 4 ബ്രൗൺസും. വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് ഞങ്ങള് കുട്ടികൾ വന്നതിൽ എല്ലാവരും ബെസ്റ്റ് സ്റ്റേറ്റിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 10 പേര് മെഡലായി. നമുക്ക് ഇവിടുത്തെ കുട്ടികളോട് ചോദിക്കാം, നിങ്ങളൊക്കെ എന്താണ് പരിമിതികളിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ സൗകര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത്? നല്ല ഗ്രൗണ്ട് വേണം, പിന്നെ ഫുഡ് ഒക്കെ വേണം. ശരി, അപ്പോൾ നമുക്കിവിടെ ആൺകുട്ടികളുണ്ട്, അവരോട് ചോദിക്കാം. ഇപ്രാവശ്യം നിങ്ങളുടെ ടീമിന് മൊത്തത്തിൽ ഒരു മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു? ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കണം. എന്നാലും കുറെ ആൾക്കാരെ മെഡൽ മിസ്സായി, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും നന്നായി ചെയ്തിരിക്കണം. നിങ്ങളുടെ കൊച്ചു പറയുന്നത് നിങ്ങൾക്ക് പരിമിതമായ സാഹചര്യമാണെന്ന്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ? ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൗണ്ട് ചെയ്യുക, പിന്നെ ഹോസ്റ്റൽ ചെയ്യുക, നല്ലൊരു ഫുഡ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ. നല്ലൊരു പരിശീലനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബെറ്റർ പെർഫോമൻസ് എല്ലാവർക്കും കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആലത്തിയൂർ കോളേജിന്റെ സ്കൂളിന്റെ കായികത്തേവലിനെ കൂടി പോവാം. എന്തൊക്കെയാണ് ഈ എന്തൊക്കെ പരിമിതികൾ എന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. കേരളത്തിൻ്റെ അകത്ത് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, വലിയ സൗകര്യങ്ങളുള്ള അക്കാദമികളോടാണ് പ്രിയപ്പെട്ട മക്കൾ പോരാടിയത്. ഒരുപാട് ടൈം എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടാണ് മക്കൾ ഈ രീതിയിലേക്ക് എത്തിയത്. ഏറ്റവും കഠിനാധ്വാനത്തിനുള്ള വിജയമെന്ന് നമുക്ക് പറയാവുന്നതാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മക്കൾ നേടിയ ഈ 10 മെഡൽ ഞങ്ങൾക്ക് 10 ഗോൾഡായിട്ട് തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ റിയാസായാലും കോച്ചായാലും ഞങ്ങൾ അധ്യാപകർക്കും മക്കൾക്കൊക്കെ 10 ഗോൾഡ് നേടിയ പ്രതീതിയാണ് ഞങ്ങൾക്ക് ഈ മേളയിൽ അവസാനിക്കുമ്പോൾ. ഏറ്റവും പ്രതികൂല കാലാവസ്ഥയിൽ ഏറ്റവും മികച്ച നേട്ടം പ്രിയപ്പെട്ട മക്കൾ നേടിയെടുത്തത്. അതാണ് ആലത്തിയൂർ അവരുടെ മെഡലുകൾ നിരത്തി അധികൃതരോട് ആവശ്യപ്പെടുന്ന ഇത്ര മാത്രമാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ തരൂ, കൂടുതൽ മെഡലുകൾ അടുത്ത വർഷം എത്തിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ദീപകിനൊപ്പം മനീഷ മാത്യു, ന്യൂസ് മലയാളം.